ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഔട്ടിംഗ് വ്ലോഗുമായിട്ടാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മണ്ണാർക്കാടുള്ള ബഡാ ബസാറിലേക്കാണ്. അവിടെ സ്കൂൾ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. നമ്മൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അത്രയ്ക്കും ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പേനയ്ക്കൊക്കെ 120 ആയിരുന്നു. അതൊക്കെ വെറും 15 രൂപയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ബാഗിൻ്റെ സെക്ഷനിൽ പോയിട്ട് 2 ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ നല്ല ഓഫർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അനിയത്തി വന്നിട്ട് ഒരു ഗ്ലൂ ബാസ്ക്കറ്റ് ഇട്ടത്. പിന്നെ 2 ക്യൂട്ട് പൗച്ചും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോക്സിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ നല്ല ക്യൂട്ട് ആൻഡ് വെറൈറ്റീസ് ആയ ബോക്സ് ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചെറുതും വലുതുമായ കുറേ നോട്ട് ബുക്കുകൾ ഉണ്ടായിരുന്നു. ബുക്സൊക്കെ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ 10 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 10 എണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ബുക്സ് ഉള്ളത്. പിന്നെ ഞങ്ങൾ വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. 40 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. പിന്നെ അവിടെ ലഞ്ച് ബോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യൂട്ട് ആൻഡ് വെറൈറ്റീസ് ആയ കുറേ പൗച്ചസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഫയൽ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വന്നിട്ട് വെറൈറ്റീസ് ഓഫ് പെൻസ് ആൻഡ് പെൻസിൽസ് ആയിരുന്നു. പിന്നെ ഞാൻ കുറേ എഡിബിൾ ആയിട്ടുള്ള ചെടികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഡെസ്കിൽ വെക്കാൻ. പക്ഷെ ഒന്നും മാച്ച് ആവാത്തതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല വമ്പിച്ച വിലക്കുറവിൽ നമുക്ക് കിച്ചണിൽ ആവശ്യമായിട്ടുള്ളതും വീട്ടിലാവശ്യമായിട്ടുള്ളതും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ടാപ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനത്തെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കോംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ 20 രൂപയൊക്കെയാണ് വരുന്നുണ്ടാകുന്നുള്ളൂ. എനിക്കിതൊക്കെ നല്ല ഇഷ്ടമായി. നല്ല എസ്തെറ്റിക് ലുക്കൊക്കെ ഉണ്ട് ഈ ഒരു ചെറുപ്പിനൊക്കെ. പിന്നെ ഈ ലിഡ് വരുന്ന ഒരു ബൗൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഡെസ്ക് ഓർഗനൈസറൊക്കെ ആക്കി വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിനൊരു 35 ഒക്കെയാണ് വരുന്നുണ്ടായിരുന്നത്. നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ബൗളായിരുന്നു അത്. പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ പെൻ ഹോൾഡറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ചെടി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതിൽ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങൾ ഷോപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ടയേർഡായപ്പോൾ ഒരു കോഫി ഷോപ്പിൽ പോയി കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു കോഫിയും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 ബാഗാണ്. അത് ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ സിസ്റ്ററിനുമാണ്.
നല്ല ഭംഗിയുള്ള 2 ബാഗ്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ബാഗിനുമായിട്ട് 465 രൂപയാണ് ഞങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും വില കുറവിലാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. ഈ ബുക്ക് കവറിങ് പേപ്പറിനൊക്കെ വെറും 45 റുപ്പീസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ 3 ക്യൂട്ടായിട്ടുള്ള പൗച്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സീസറിൻ്റെ ഒരു പെന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് തോന്നി എൻ്റെ ഡെസ്കിൽ വെക്കാനായിട്ട്. അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററും അതേപോലത്തെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പെന്ന് വെറും 20 റുപ്പീസിലാണ് അവർ നമുക്ക് തരുന്നത്. പിന്നെ 2 സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെല്ലോ ടാപ്പിന് ഒന്നിന് 5 റുപ്പീസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്യൂട്ട് പൗച്ചിന് വെറും 10 റുപ്പീസാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഞങ്ങൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് ആവശ്യമായ മെയിൻ സാധനമായ ഹൈലൈറ്റർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിനൊരു 20 റുപ്പീസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാനൊരു കറക്ഷൻ പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എന്നാൽ കൂടി ഒന്ന് വെറുതെ വാങ്ങിച്ചതാണ്. ഇതിനും ഏതാണ്ട് 10 റുപ്പീസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ 20 റുപ്പീസിൻ്റെ ഈ ഒരു പൗച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് സ്കെച്ചൊക്കെ ഇട്ട് വയ്ക്കാനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് നോട്ട് ബുക്ക് വാങ്ങിന് പെന്നും നെയിം സ്ലിപ്പും ഞങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൻസാണ് നിങ്ങളീ കണ്ടത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച നോട്ട് ബുക്സ്. ഞാൻ 5 എണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 5 എണ്ണം എക്സ്ട്രാ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നെയിം സ്ലിപ്പും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തരം ഓഫേഴ്സാണ് ബഡാ ബസാറിൻ്റെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ ഐറ്റംസ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മണ്ണാർക്കാട് കോടതിപ്പടി പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്ത്.